ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ ബികോം ഇൻകം ടാക്സിൻ്റെ ബാലൻസ് പോർഷനാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വാട്ട് ഈസ് ക്യാഷ് ലിങ്ക് എന്താണെന്നുള്ളത് വരെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബാലൻസ് പോർഷനാണ്. ഗ്രോസ് ടോട്ടൽ ഇൻകം മുതലുള്ള പോർഷനാണ് നമ്മൾ ഇനി നോക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. ബിക്കോസ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെ 5 ഹെഡ്സിലൂടെയാണ് കാണിക്കുക എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഏതൊക്കെയാണ് ആ 5 ഹെഡ്സ്? സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ഓർ അതർ സോഴ്സസ്. ഈ 5 ഹെഡ്സിലൂടെയാണ് നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് സാലറി ഹെഡിൽ കുറച്ച് ഇൻകം കിട്ടി, ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ഇൻകം കിട്ടി, ബിസിനസ് പ്രൊഫഷനിൽ നമുക്ക് ഇൻകം കിട്ടി, അങ്ങനെ എല്ലാ ഹെഡ്സിലും നമുക്ക് ഇൻകം കിട്ടി. ആ എല്ലാ ഇൻകംസിനെയും ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻകം ഉണ്ടാവില്ലേ, അതിനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ 5 ഹെഡ്സിൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ എന്തെങ്കിലും ലോസസ് വന്നിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യുന്നതിന് മുമ്പുള്ള ഇൻകം, അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡിഡക്ഷൻസിനെ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കിട്ടിയ ഇൻകം. അപ്പം നിങ്ങൾ സിമ്പിളായിട്ട് ഇത്ര ഓർത്താൽ മതി. GTI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ 5 ഹെഡ്സിലെ ഇൻകം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ബിഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U എന്നുള്ളതുകൂടി ഓർത്തിരിക്കുക. ഇനി നമ്മൾ എന്താണ് ടോട്ടൽ ഇൻകം എന്നാണ് നോക്കുന്നത്. ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി അല്ലേ. ഈ 5 ഹെഡ്സിലുള്ള ഇൻകംസ് ഒക്കെ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി. ആ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമുക്ക് എന്തെങ്കിലും ഡിഡക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, സെക്ഷൻ 80C to 80U ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഡിഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇൻകത്തിനെയാണ് ടോട്ടൽ ഇൻകം എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല? ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലേബിൾ ആവുന്നത്. ഇത് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 45 കേട്ടോ. ദെൻ നമ്മൾ പറയുന്നത് പേഴ്സൺ ആണ്. പേഴ്സൺ എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ പേഴ്സൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത് 7 ഹെഡാണ് ഇവിടെ വരുന്നത്. ഒന്ന് ഇൻഡിവിജ്വൽ, HUF, കമ്പനി, ഫേം, AOP or BOI, AOP and BOI, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, ഇങ്ങനെ 7 ഹെഡാണ് ഇവിടെ വരുന്നത്. പക്ഷെ നമ്മളിവിടെ AOPനെയും BOIനെയും ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ബട്ട് എന്താണ് ഇവിടെ AOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? AOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു കൂട്ടായ്മ അല്ലേ. അപ്പോൾ ഇവിടെ പേഴ്സൺസിൻ്റെ കൂട്ടായ്മ, പേഴ്സൺസിൻ്റെ അവിടെ ഒരു അസോസിയേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഓരോ പേഴ്സൺ മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ അസോസിയേഷൻ ഉണ്ടാവില്ല. 2-ലധികം പേഴ്സൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? അസോസിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ 2-ലധികം പേഴ്സൺസ് കെയിം ടുഗദർ ടു ഏൺ ഇൻകം. അവർ ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ കൂടി ചേരുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ജോയിൻറ്റ് വെഞ്ചറൊക്കെ അറിയുന്നുണ്ടാവും അല്ലേ. ജോയിൻറ്റ് വെഞ്ചർ ബിറ്റ്വീൻ കമ്പനീസ് ആൻഡ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? AOPക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നത് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ആണ്. ഇവിടെ ഇത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ ഇൻഡിവിജ്വൽസ് കം ടുഗദർ വിത്തൗട്ട് എ ബിസിനസ് മോട്ടീവ്. ഇൻഡിവിജ്വൽസ് തമ്മിലുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. ബട്ട് അവിടെ അവർക്കൊരു ബിസിനസ് മോട്ടീവ് ഒന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ദെൻ അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ടാക്സ് പേ ചെയ്യാൻ ലേബിളായിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ, അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അസസി എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഇൻകം ഒരു പെർട്ടിക്കുലർ ലിമിറ്റിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ അവരെയാണ് എന്തെന്ന് പറയുന്നത്? അസസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? എ പേഴ്സൺ ഹൂ പേ ടാക്സ്. അപ്പോൾ അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടാക്സ് കൊടുക്കാൻ ലേബിളായിട്ടുള്ള ആളുകളാണ്. ഓക്കെ, അപ്പോൾ അവരെയാണ് എന്തെന്ന് പറയുക? അസസി എന്ന് പറയുക. അപ്പോൾ ഈ ഒരു പേഴ്സണിൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 ആളുകൾ ഇൻവോൾവ് ആവുന്നുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ AOP എന്താണ്, BOP എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാൽ ഇവിടെ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്? നാച്ചുറൽ ഹ്യൂമൻ ബീങ് ആണ്. അത് മെയിലാവാം, ഫീമെയിലാവാം, മൈനറാവാം, മേജറാവാം. അവരൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽ എന്നുള്ള ഗണത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി ഹിന്ദു ആൻഡ് ഡിവൈഡഡ് ഫാമിലി, നമുക്കറിയാം എന്താണ് HUF എന്നുള്ളത്. നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. HUF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു ജോയിൻറ്റ് ഫാമിലി ബിസിനസ്സാണ് അല്ലേ. ഇവരുടെ ഹെഡിലുള്ള ആളെ നമ്മൾ എന്തെന്ന് പറയും? കർത്ത എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ വരുന്നത്. എന്തായാലും ഒരു കൂട്ടുകുടുംബത്തിലുള്ള ഒരു ബിസിനസ്സാണിത്. ദെൻ കമ്പനി എന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ. കമ്പനി എന്താണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമേ ഉള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഫേംസ് എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. അതൊക്കെ പിന്നെ അറിയുന്ന കാര്യങ്ങളല്ലേ. ദെൻ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ്? അസസി എന്താണെന്നുള്ളതും നമ്മൾ പറഞ്ഞു. അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പേഴ്സൺ ഹൂ പേ ടാക്സ് പേ ചെയ്യുന്ന പേഴ്സൺ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസസ്മെൻറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള പേഴ്സൺ, അല്ലെങ്കിൽ ലോ പ്രകാരം അവരെ അസസി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അത്തരത്തിലുള്ള പേഴ്സൺ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഡീംഡ് അസസിയാണ്.
നെക്സ്റ്റ് ടൈമാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്. ഡീംഡ് അസസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആക്ച്വലി അസസി അല്ല, ബട്ട് ഇവർ അസസി ആയിട്ട് എന്താക്കുന്നുണ്ട്, കണക്കാക്കപ്പെടുന്നുണ്ട്. അങ്ങനത്തെ ആളുകളെയാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്. അതായത് ചില സമയത്ത് അദ്ദേഹം ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ലേബിൾ ആയിട്ടുണ്ടാവില്ല, ബട്ട് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ടാക്സ് പേ ചെയ്യുന്ന ആളുകളുണ്ടാവില്ലേ, അവരെയാണ് എന്തെന്ന് പറയുക, ഡീംഡ് അസസി എന്ന് പറയുക. ഫോറിനറിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകം ലഭിക്കുന്നുണ്ടെന്ന് കരുതുക. മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് അല്ലേ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഇൻകത്തിന് ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ലേബിൾ ആയിട്ടുള്ളത് അവരുടെ ഗാർഡിയൻ ആരാണോ അവരായിരിക്കും. അപ്പോൾ ഇവിടെ ഗാർഡിയനെ നമ്മൾ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ പാരൻസിനെ എന്തായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, ഡീംഡ് അസസി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ ഒരു ഡിസീസ്ഡ് പേഴ്സൻ്റെ ഇങ്കാണ്, അതായത് മരണപ്പെട്ടിട്ടുള്ള ഒരു പേഴ്സൻ്റെ ഇങ്കാണ്. അപ്പോൾ ആ ഒരു ഇങ്കത്തിൻ്റെ മുകളിൽ ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ലേബിളായിട്ടുള്ളത് അവരുടെ ലീഗൽ ഹെയേഴ്സ് ആരാണോ അവരായിരിക്കും. അപ്പോൾ ആ ഒരു ലീഗൽ ഹെയേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡീംഡ് അസസി എന്ന് പറയുന്നത്. ദെൻ അസസി ഇൻ ഡീഫോൾട്ട്. അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അസസ്മെൻറ്റിൽ എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ടാക്സ് ഡ്യൂട്ടീസ് ഫുൾഫിൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഫയൽ വരുത്തുന്ന ആളുകളുണ്ടാവും, എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തുന്ന ആളുകളുണ്ടാവും. അവരെയാണ് അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുക. അവർ മേ ബി TDS ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ടാക്സ് പേ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ റിട്ടേൺസ്, ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ള ആളുകളെയാണ് അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുന്നത്. ദെൻ അസസ്മെൻറ്റ് ഇയർ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഇത് സെക്ഷൻ 2 സബ്സെക്ഷൻ 9 പറയുന്നത്. അതായത് ഏതൊരു ഇയറിൽ ഇയർ ഇൻ വിച്ച് ഇൻകം ഈസ് അസസ്ഡ് ആൻഡ് ടാക്സ്ഡ്, ഏത് ഇയറിലാണോ ഇൻകം അസസ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഏത് ഇയറിലാണോ നമ്മൾ ഇൻകം ടാക്സ് ചെയ്തിട്ടുള്ളത്, ആ ഇയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു അസസ്മെൻറ്റ് ഇയർ നമുക്കറിയാം, ഇതിൻ്റെ പീരീഡ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അസസ്മെൻറ്റ് ഇയർ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അധ്യയന വർഷം ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ ഏത് അധ്യയന വർഷമാണോ സ്റ്റഡി നടത്തുന്നത് അതിനെയാണ് എന്ത് അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അസസ്മെൻറ്റ് ഇയർ ആവട്ടെ, അസസ്മെൻറ്റ് ഇയറും പ്രീവിയസ് ഇയറും ഈ ഒരു പീരീഡ് വരുന്നത് 1 ഏപ്രിൽ ടു 31 മാർച്ച് ആണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അധ്യയന വർഷം 2025 to 2026 എന്നുള്ളത്, അതായത് 1 ഏപ്രിൽ 2025 ടു 31 മാർച്ച് 2026. ഓക്കെ, ദെൻ പറയുന്നത് ഇവിടെ പ്രീവിയസ് ഇയർ ആണ്. പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസസ്മെൻറ്റ് ഇയറിന്, ദാറ്റ് മീൻസ് എന്താ, നമ്മുടെ അസസ്മെൻറ്റ് ഇയറിന് തൊട്ട് മുമ്പുള്ള വർഷം. അസസ്മെൻറ്റ് ഇയർ 2025-26 ആണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ അതിന് തൊട്ട് മുമ്പുള്ള വർഷം എന്ന് പറയുമ്പോൾ 2024-25. ദാറ്റ് മീൻസ് 1 ഏപ്രിൽ 2024 ടു 31 മാർച്ച് 2025 വരെയുള്ള ഒരു പീരീഡ് ഉണ്ടല്ലോ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രീവിയസ് ഇയർ എന്ന് പറയാം. നമുക്ക് പ്രീവിയസ് ഇയറിൽ കിട്ടിയിട്ടുള്ള ഇൻകത്തിൻ്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് പേ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അത് അക്സിലറേറ്റഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, നമുക്ക് കിട്ടിയിട്ടുള്ള, നമ്മൾ അസസ്മെൻറ്റ് ഇയറിൽ ടാക്സ് കൊടുക്കാൻ ലേബിളായിട്ടുള്ളത് പ്രീവിയസ് ഇയറിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻകത്തിൻ്റെ മുകളിലാണ് എന്നുള്ളത് അല്ലേ. അസസ്മെൻറ്റ് ഇയറിൽ നമ്മൾ ടാക്സ് കൊടുക്കാൻ ലേബിളായിട്ടുള്ളത് പ്രീവിയസ് ഇയറിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻകത്തിൻ്റെ മുകളിലാണ് അല്ലേ. ബട്ട് സം സിറ്റുവേഷൻസിൽ അസസ്മെൻറ്റ് ഇയറിൽ കിട്ടിയിട്ടുള്ള ഇൻകത്തിന് അസസ്മെൻറ്റ് ഇയറിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ടാക്സ് കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റാണ് നോൺ റെസിഡൻറ്റ് ഏൺ ഫ്രം ഷിപ്പിംഗ്. അതായത് നോൺ റെസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻറ്റ് എന്താണ്, നോൺ റെസിഡൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നോൺ റെസിഡൻറ്റ് ഏൺ ഫ്രം ഷിപ്പിംഗ്. നോൺ റെസിഡൻറ്റ് ഷിപ്പിങ്ങിൽ നിന്നും എന്തെങ്കിലും ഏൺ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ആ ഒരു അസസ്മെൻറ്റ് ഇയറിൽ തന്നെ അതിന് ടാക്സ് പേ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇനിയോ പേഴ്സൺ ഈസ് ലീവിങ് ഇൻ ഇന്ത്യ, അതായത് ഒരു പേഴ്സൺ അവരെന്ത് ചെയ്യാണ്, ഇന്ത്യ വിട്ട് പോവുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം, ആ അസസ്മെൻറ്റ് ഇയറിൽ പിറ്റത്തെ അസസ്മെൻറ്റ് ഇയർ വരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യണ്ട. അവരെന്ത് ചെയ്യണം, ഈ ഒരു അസസ്മെൻറ്റ് ഇയറിൽ കിട്ടിയിട്ടുള്ള ഇൻകത്തിൻ്റെ മുകളിൽ ആ അസസ്മെൻറ്റ് ഇയറിൽ തന്നെ അവരെന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ AOP അല്ലെങ്കിൽ BOI ഒക്കെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്, അടച്ചു പൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഇയറിലാണോ അവർ അടച്ചു പൂട്ടി ആ ഇയറിൽ തന്നെ അവരെന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇവിടെ പ്രോപ്പർട്ടി നമുക്കറിയാം, ടാക്സ് പേ ചെയ്യേണ്ട പീരീഡ് ഏതാണെന്നുള്ളത് നമുക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു പീരീഡിനുള്ളിൽ നമ്മൾ ആ ടാക്സ് പേ ചെയ്യേണ്ട ഒരു ടൈം വരുന്ന സമയത്ത് നമ്മളെ പ്രോപ്പർട്ടി എന്ത് ചെയ്യണം, മറ്റൊരാളുടെ പേരിൽ, അതായത് ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ലേബിളല്ലാത്ത ആളുകളുണ്ടാവും, അവരുടെ പേരിലോട്ടൊക്കെ എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്,
ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെയും അസസ്മെൻറ്റ് ഇയറിൽ തന്നെ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ബിസിനസ് എന്ത് ചെയ്യാണ്, അവിടെ നിർത്തുകയാണ്, ഇനി തുടരുന്നില്ല, ബിസിനസ് അവിടെ നിർത്തുകയാണ്, ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസിനസ്സും എന്ത് ചെയ്യേണ്ടി വരും, ആ അസസ്മെൻറ്റ് ഇയറിൽ തന്നെ ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് ഡിസ്കണ്ടിന്യൂ ആവുകയാണെന്നുണ്ടെങ്കിൽ അവരും തന്നെ ആ അസസ്മെൻറ്റ് ഇയറിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി എന്താണ് ടാക്സ് റേറ്റ്, എങ്ങനെയാണ് വരുന്നത്, എല്ലാവർക്കും ഒരുപോലെയാണോ ടാക്സ് റേറ്റ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇൻകം എന്ന് പറയുന്നത് ഓൾഡ് റിജീം പ്രകാരമാണ് നമ്മൾ പറയുന്നത്. ഇൻഡിവിജ്വൽസിൻ്റെ ഇൻകം എന്ന് പറയുന്നത്